500 രൂപയ്ക്ക് 25 കോടി. നിമിഷ നേരം കൊണ്ട് ദരിദ്രനെ ധനികനാക്കുന്ന മായാജാലം. അതുകൊണ്ട് തന്നെയാണ് ഓണം ബമ്പറിന്റെ വിൽപ്പന ഇത്രത്തോളം കൂടുന്നത്. കേരളത്തിന്റെ തിരുവോണം ബമ്പർ 2024 25 കോടി രൂപ ഒന്നാം സമ്മാനം നൽകുന്ന കേരളത്തിന്റെ തിരുവോണം ബമ്പർ ടിക്കറ്റുകൾ വാങ്ങും. ടിക്കറ്റ് വിൽപ്പനയിൽ ജില്ലാടിസ്ഥാനത്തിൽ പാലക്കാട് ജില്ലയാണ് ഇക്കുറിയും മുന്നിൽ. ഇതിനോടകം 10 ലക്ഷത്തിലധികം ടിക്കറ്റ് പാലക്കാട് വിറ്റപ്പോൾ 8 ലക്ഷത്തോളം ടിക്കറ്റുകളുടെ വിൽപ്പന നടത്തി തിരുവനന്തപുരവും തൃശ്ശൂരും മുന്നേറുകയാണ്. 1962 അതായത് കേരള ലോട്ടറി ആരംഭിക്കുന്നതിന് മുമ്പ് ലോട്ടറി വിൽപ്പന ആരംഭിച്ച കൊല്ലത്തെ ജയകുമാർ ലോട്ടറീസ് കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ ഓണം ബമ്പർ വിറ്റത് ഈ കടയിലാണ്. ചേട്ടോ, എങ്ങനെയുണ്ട് കച്ചവടം? എങ്ങനെയുണ്ട്? കച്ചവടം വളരെ നല്ല രീതിയിൽ പുരോഗമിക്കുന്നു. തുടക്കത്തിൽ ഒരു ചെറിയ മന്ദീഭവം ഉണ്ടായിരുന്നെങ്കിലും ഈ ലോട്ടറിക്ക് അങ്ങനെയാണ്. അവസാന ദിവസങ്ങളിൽ അതിൻ്റെ ഒരു വിൽപ്പന ആർക്കും എന്താണ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ 1,2,5,75,000 പരം ടിക്കറ്റാണ് വിറ്റത്. ആ കടയുടെ മുന്നിലാണ് നമ്മൾ വയ്ക്കുന്നത്. അത് ആർക്കും എപ്പോഴും എവിടെ വെച്ചും പിടിക്കാം. കണ്ണഞ്ചിക്ക് പോലും ഇപ്പോൾ നിങ്ങൾ ഒരെണ്ണം എടുത്താൽ നിങ്ങളും ആ ഇതിനകത്ത് പങ്കാളിയാളാണ്. സത്യസന്ധതയുടെ പര്യായമാണ് കേരള ലോട്ടറി. ഇപ്പം നമുക്കിവിടെ ഒരു ദിവസം 50 ടിക്കറ്റോ 100 ടിക്കറ്റോ ആണ് പോകുന്നതെങ്കിൽ ഇനിയുള്ള ഓരോ ദിവസവും അതിൻ്റെ ഇരട്ടിയോ അവസാന ദിവസങ്ങളിൽ അത് നിർവചിക്കാനേ പറ്റത്തില്ല. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമുക്കൊരു 1000 ടിക്കറ്റിന് മുകളിൽ ഈ കൗണ്ടറിൽ 500 രൂപയല്ലേ, ഭാഗ്യം പരീക്ഷിച്ച് കളയാമെന്ന ചിന്തയിലാണ് മലയാളികളിൽ ഭൂരിപക്ഷവും. ഉറപ്പാ അടിക്കും. വയനാടാണ്, വയനാടിന്നാ ദുരിതല്ലേ, അപ്പൊ അവർക്ക് അവരുടേതായ ഒരു സംഭാവന കൂടെ കൊടുക്കണം. അടിച്ചാൽ ഉറപ്പായിട്ടും വയനാട്ടിന് സംഭാവന ഉണ്ടാവും. അടിക്കട്ടെ. 443671. അന്നേരം ചേട്ടൻ്റെ ഫാൻസി നമ്പർ ഒന്നും നോക്കത്തില്ല? ഒന്നും നോക്കിയില്ല, കഴിഞ്ഞിട്ട് സാറിൻ്റെ ഉറപ്പായിട്ടും അടിക്കും അല്ലേ? അടിക്കട്ടെ. ഓക്കെ. അതായത് ഇവിടെ കൊല്ലമുണ്ട്, വയനാടുണ്ട്, കാസർഗോഡുണ്ട്, എല്ലാ ജില്ലകളിലെയും ഈ ടിക്കറ്റുകളുണ്ട്. സാധാരണ ചില ആൾക്കാർക്ക് ചില ജില്ലകളിൽ നിന്ന് എടുത്താൽ ലോട്ടറി അടിക്കുന്നൊരു വിശ്വാസമുണ്ട്. കേരള ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ പച്ചക്കുതിര ഭാഗ്യവുമായി നിങ്ങളെ മാടി വിളിക്കുന്നു. 70 ലക്ഷത്തോളം ടിക്കറ്റാണ് നിലവിൽ അച്ചടിച്ചിരിക്കുന്നത്. പക്ഷേ അതുകൊണ്ടൊന്നും ആകില്ല. ഇനി 10 ലക്ഷം ടിക്കറ്റ് കൂടി അച്ചടിക്കേണ്ടി വരും എന്നുള്ളതാണ് വിലയിരുത്തൽ. എന്തായാലും 80 ലക്ഷത്തിലധികം ആൾക്കാർ പങ്കെടുക്കുന്ന ഈ ഭാഗ്യപരീക്ഷണത്തിൽ പങ്കാളിയാകാൻ ഞാനും തീരുമാനിച്ചു. ഞാനും അതുകൊണ്ട് ഒരു ലോട്ടറി എടുക്കുകയാണ്. ഓണം ബമ്പർ. ക്യാമറമാൻ ഷാനോസ് പരീതിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം. നമുക്ക് ഈ ലോട്ടറി ടിക്കറ്റ് എടുക്കുക, അതിന് സമ്മാനം കിട്ടുക എന്നൊക്കെ പറയുമ്പോൾ ഏറ്റവും ആദ്യം മലയാളികൾക്ക് മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു രംഗമുണ്ട് അല്ലേ? കിലുക്കം സിനിമയിലെ ആ രംഗം, അടിച്ച് മോനെ എന്ന് പറഞ്ഞ അങ്ങനെ നെടുനീളത്തിൽ മറിഞ്ഞു വീഴുന്ന ഇന്നസെന്റിന്റെ ആ ഒരു രംഗമാണ് നമ്മുടെ മനസ്സിലേക്ക് വരിക. ആ അക്കങ്ങൾ വായിച്ചു കൊടുക്കുമ്പോൾ ശരിയാണ്, ഇതുവരെ വളരെ വളരെ ശരിയാണ് എന്ന് പറയുന്നത്. അതൊക്കെ കുറേ കണ്ടിട്ടുണ്ട് എന്ന് പറയില്ലേ അത്. അപ്പോൾ കണ്ണൻ നായർക്ക് ഒരു ലോട്ടറി അടിച്ചാൽ എങ്ങനെ ഉണ്ടാവും എന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ണൻ നായർ ഞാൻ പറയുന്നത് കേൾക്കുന്നു എന്നാണ് കരുതുന്നത്. ഏതായാലും ഗുഡ് മോർണിംഗ്. ഒരു ബമ്പറൊക്കെ ഇടന്ന് അടിച്ചിട്ട് വേണം നമുക്ക് ആഘോഷിക്കാൻ. ഗുഡ് മോർണിംഗ്. എന്തായാലും 9-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിക്ക് നല്ലൊരു ദിവസമാവട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാര്യം ഞാനും ഒരു ബമ്പർ എടുത്തിട്ടുണ്ട്. അതുപോലെ ഏതാണ്ട് 60 ലക്ഷത്തിൽ പരം ആൾക്കാർ ഭാഗ്യം അന്വേഷിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. 70 ലക്ഷം ലോട്ടറി മാത്രമാണ് ഇതുവരെ അച്ചടിച്ചിട്ടുള്ളത്. പക്ഷേ ആ ലോട്ടറി പൂർണ്ണമായും വിറ്റ് തീരും. കാര്യം ഇന്ന് 3-ാം തീയതി ആയിട്ടേ ഉള്ളൂ. ഇനിയുണ്ട് 6 ദിവസം കൂടി. അവസാന ദിവസങ്ങളിലൊക്കെ തന്നെയാണ് ലോട്ടറി വലിയ രീതിയിൽ വിറ്റുപോകുന്ന ഒരു സാഹചര്യമുള്ളത്. ആ ഒരു സാഹചര്യത്തിൽ കൂടുതൽ ലോട്ടറികൾ, ഏതാണ്ട് 10 ലക്ഷത്തോളം കൂടുതൽ ലോട്ടറികൾ അച്ചടിക്കാൻ വേണ്ടിയുള്ള തീരുമാനത്തിലേക്കാണ് ലോട്ടറി വകുപ്പ് പോകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അവിടെ എത്തുന്ന ആ ലോട്ടറി കട നമ്മുടെ ജയകുമാർ ലോട്ടറീസ് ആണ്. അതായത് 1962 തുടങ്ങിയതാണ് ലോട്ടറി. കേരള ലോട്ടറി ആരംഭിക്കുന്നതിന് മുമ്പ് തുടങ്ങിയ ഒരു ലോട്ടറി കടയാണ്. ആ കടയിലാണ് കഴിഞ്ഞ തവണ ഏറ്റവും കൂടുതൽ ലോട്ടറികൾ വിറ്റുപോയത്. ഇപ്പോൾ ഏതാണ്ട് 3 ലക്ഷത്തോളം ലോട്ടറികൾ അവിടുന്ന് വിറ്റുപോയിട്ടുണ്ട്, ബമ്പർ മാത്രം. അങ്ങനെ ഏതാണ്ട് 5,75,000 പരം ലോട്ടറികൾ കഴിഞ്ഞ തവണ ഓണം ബമ്പർ വിറ്റുപോയി. ഇത്തവണ അതിനേക്കാൾ മുന്നിലേക്ക് പോകുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ആ കടയുടെ ഉടമയൊക്കെയുള്ള ആൾക്കാരൊക്കെ തന്നെ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അപ്പം തന്നെ അവിടെ ലോട്ടറി എടുക്കാൻ വരുന്ന ആൾക്കാരുടെ ഒരു മാനസികാവസ്ഥയാണ്. അവരൊക്കെ തന്നെ വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ്. ചില ആൾക്കാർ ചില ജില്ലകൾ കേന്ദ്രീകരിച്ച്, അതായത് ഒരാളെ കണ്ടപ്പോൾ അദ്ദേഹം വയനാട്ടിലെ ലോട്ടറിയാണ് എടുക്കുന്നത്. മറ്റു ചില ആൾക്കാർ മറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ള ലോട്ടറികൾ എടുക്കുന്നു. കാര്യം ചില ജില്ലകളിൽ നിന്ന് ലോട്ടറി എടുത്തു കഴിഞ്ഞാൽ അത് അടിക്കും എന്നുള്ള ഒരു വിശ്വാസമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലൊക്കെ തന്നെ ലോട്ടറി എടുക്കുന്ന ആൾക്കാരാണ്. എന്തായാലും വലിയ ഒരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് കേരള സംസ്ഥാനത്തെ ഏറ്റവും വലിയ ലോട്ടറി ആയിട്ടുള്ള കേരള ലോട്ടറിയെ തന്നെ ആൾക്കാർ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഓണം ബമ്പറിന് ഇത്രയും വിൽപ്പന വരികയും ചെയ്യുന്നത്.
കണ്ണനായിരുന്ന ഈ നമ്മുടെ പ്രേക്ഷകരൊക്കെ കേട്ടോണ്ടിരിക്കുകയാണ് കേട്ടോ, ബമ്പർ എടുത്തിട്ടുണ്ട്, അടിക്കുമെന്ന ശുഭപ്രതീക്ഷയാണ് ഉള്ളതെന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഏതായാലും ആ നമ്പർ എനിക്കൊന്ന് തന്നേക്കണം കേട്ടോ, അടിച്ചാലും ഇല്ലെങ്കിലും ആ വാർത്ത എനിക്ക് ആദ്യം പറയണമെന്നൊരു ആഗ്രഹമുണ്ട്. ഓക്കെ മതി.